ഭൂമിയിൽ തിളങ്ങും നക്ഷത്രം പോലെ വിശുദ്ധ ആൽബ. ഹായ്, ബൈജ്രാജ് ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ വൈറലായിട്ട് ധാരാളം ആളുകൾ അയച്ചു തന്ന സംശയം ചോദിച്ച ഒരു മെസ്സേജാണിത്. ബഹിരാകാശത്ത് നിന്ന് നാസയുടെ സീനിയർ അസ്ട്രോണോട്ടായ ഡോൺ പെറ്റിറ്റ് പകർത്തി എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഷെയർ ചെയ്ത മെസ്സേജാണിത്. ബഹിരാകാശത്ത് നിന്ന് രാത്രി സമയം അദ്ദേഹം പകർത്തിയ മക്കയുടെ ഫോട്ടോ. എന്താണ് യാഥാർത്ഥ്യം? ഇതിൽ പറയുന്നത് സത്യമാണ്. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിലൂടെയാണ് സ്പേസ് സ്റ്റേഷൻ പോകുന്നത്. അവിടെ നിന്ന് എടുത്തിരിക്കുന്ന ചിത്രം തന്നെയാണിത്. നമ്മൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റോ സെർച്ച് ലൈറ്റോ മറ്റോ സ്പേസിലേക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 400 കിലോമീറ്റർ ദൂരെ നിന്ന് അത് കാണുവാൻ സാധിക്കില്ല. എന്നാൽ ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ലൈറ്റുകളോ കിലോമീറ്റർ കണക്കിൽ ദൂരത്തിലേക്ക് പോകുന്ന റോഡുകളോ മറ്റും സ്പേസിൽ നിന്ന് കാണുവാൻ സാധിക്കും. ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ഭാഗമാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ശ്രീലങ്കയും എല്ലാം നമുക്ക് കാണാം. ഇത് പകൽ സമയത്ത് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുന്ന ഫോട്ടോയാണ്. ഈ ഭാഗം തന്നെ രാത്രിയിൽ നോക്കിയാൽ ഇങ്ങനെയിരിക്കും. ഇവിടെ നമുക്ക് കൊച്ചി വളരെ വ്യക്തമായിട്ട് കാണാം, കോയമ്പത്തൂർ കാണാം, തിരുവനന്തപുരം കാണാം, മൈസൂർ, മധുരൈ, അതുപോലെ തന്നെ കൊച്ചിയിലുള്ള റിഫൈനറിയുടെ ഭാഗവും വളരെ തെളിഞ്ഞു കാണാം. വളരെയധികം ലൈറ്റ് പൊല്യൂഷൻ ആണ് അവിടെ ഉള്ളത്. റിഫൈനറി ആ ഫാക്ടറി പരിസരത്താകെ വളരെ വലിയ നിയോൺ ലാമ്പുകളെല്ലാം ഉണ്ട്. ആ ഭാഗമാണ് ഇവിടെ കൂടുതൽ തെളിഞ്ഞു കാണുന്നത്. കൊച്ചിയിൽ നിന്ന് ആലുവയ്ക്കുള്ള റോഡെല്ലാം കാണാം. അതുപോലെ തന്നെ എല്ലാ സിറ്റികളിൽ നിന്നും മറ്റ് സിറ്റികളിലേക്കുള്ള റോഡുകളും തെളിഞ്ഞു കാണാം. പല അസ്ട്രോണോട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് സ്പേസ് സ്റ്റേഷനിൽ ഭൂമി നിരീക്ഷിക്കുകയാണ് അവരുടെ വിനോദമെന്ന്. പകലാണെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ തെളിഞ്ഞായിരിക്കും കാണുക. എന്നാൽ രാത്രിയാണെങ്കിൽ പ്രത്യേകം ഓരോ സിറ്റിയും എടുത്തെടുത്ത് കാണിക്കും. ആ സിറ്റിയുടെ വലിപ്പമെല്ലാം ലൈറ്റ് ഉള്ളത് കാരണം വളരെ തെളിഞ്ഞു കാണാം. അതുപോലെ തന്നെ അതിന്റെ കണക്ഷൻ റോഡുകളും എല്ലാം കാണാം. ഇതുപോലുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. അതുപോലെ തന്നെ നാസ ഷെയർ ചെയ്തിരിക്കുന്ന രാത്രി ഫോട്ടോസും പകൽ ഫോട്ടോസും രാത്രി വീഡിയോസും എല്ലാം ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ഇനി നമുക്ക് ദുബായിയുടെ നൈറ്റ് വ്യൂ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെയാണ് കാണുന്നത് നോക്കിയാലോ. ധാരാളം സ്ട്രീറ്റ് ലൈറ്റുകളും നിയോൺ ലാമ്പുകളും പാം ജുമൈറയും പാം ദേറയും ദ വേൾഡും എല്ലാം വളരെയധികം തെളിഞ്ഞാണ് കാണുന്നത്. വളരെയധികം ലൈറ്റ് പൊല്യൂഷൻ ആണ് ദുബായിലുള്ളത്. ഒരുപക്ഷെ സ്പേസിൽ നിന്ന് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുന്നത്, പകലും രാത്രിയും കാണാൻ സാധിക്കുന്നത് ദുബായ് ആണ്. അപ്പോൾ ഈ മെസ്സേജ് യഥാർത്ഥത്തിലുള്ളത് തന്നെയാണ്. ഇത് ഡിസംബർ 2-ാം തീയതിയാണ് നാസയുടെ സീനിയർ അസ്ട്രോണോട്ട് ഡോൺ പെറ്റിറ്റ് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പകർത്തിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജ്രാജ്.